ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതല്ല കേട്ടോ, നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് എടുത്തതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്സ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്, അപ്പോൾ 2 പിള്ളേരുണ്ട് എനിക്ക്, പിന്നെ ഹസ്ബൻഡ്, അമ്മ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അടുത്ത മാസമാകുമ്പോൾ 1 വർഷം ആവും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വിജിത, യൂട്യൂബറായ വിജിതയുടെ വീഡിയോ കണ്ടിട്ടാണ്. പുള്ളിക്കാരത്തിയുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള ഏകദേശം ഓർണമെൻറ്റ്സ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തി അവളുടെ ആ ഒരു യൂട്യൂബിൻ്റെ വരുമാനം വെച്ചൊക്കെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഇൻകം ഇതുവഴി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എൻ്റെ ഈ 1 വർഷമാവാനായിട്ട് പോകുന്നില്ലേ, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസത്തിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇതിൽ നിന്ന് വരുമാനം കിട്ടും, കുറച്ചൊക്കെ എന്താണ് എൻ്റെ വീട്ടുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പിന്നെ ഇവിടെ ആയാലും ഹസ്ബൻഡ് മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ, അപ്പം എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലതല്ലേ എന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ്, മെയിനായിട്ട് എന്തെങ്കിലും നമുക്ക് വരുമാനം കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിന് കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടത്. ഫസ്റ്റ് പ്രൊസീജിയർ നമ്മുടെ മോണിറ്റൈസേഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ്, 3000 വാച്ച് അവർ വേണം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ട് ഏകദേശം എൻ്റെ വാച്ച് അവർ ആവാനായിട്ടുണ്ട്. ഇനിയും വേണം മണിക്കൂർ. പക്ഷേ ഇത്രയും ഞാൻ 1 വർഷം കഷ്ടപ്പെട്ടിട്ട് അതിനൊരു പ്രതിഫലം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം കുറച്ചൊരു വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു 7 അയലത്ത് പോലും എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമാണ് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ തോന്നിയത്, ശരി നമുക്ക് എൻ്റെ പ്രയാസമൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന്. അപ്പോൾ ഞാൻ ആദ്യം വോയിസ് ക്ലിപ്പ് കൊടുത്തതായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അപ്പോൾ അതിൽ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ കോപ്പിറൈറ്റ് വരുമെന്ന്. പക്ഷേ എവിടെയെങ്കിലും ഒരു പാട്ടിൻ്റെ മ്യൂസിക് കേട്ടാൽ മതി, അപ്പം അടിക്കും കോപ്പിറൈറ്റ്. അങ്ങനെ കുറേ നമുക്ക് ഇത് യൂട്യൂബിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ, നമ്മൾ പരിശ്രമിച്ചാൽ 100% നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1% മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഒന്ന് കയറിപ്പോവാനായിട്ടുള്ള 1% മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.